ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ബെസ്റ്റ് ചോയ്സ് എവറിൻ്റെ എപ്പിസോഡ് 30 ആണ് കാണാൻ പോകുന്നത്. തുടക്കത്തിൽ നമ്മുടെ മായിയുടെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചതൊക്കെ നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് സീനിയർ ഗേൾ. നമ്മുടെ മായിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയാതെ അവിടെ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ വരാം, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീറ്റിംഗ് തുടരാമെന്ന് പറയുമ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടെണ്ണം പറയുന്നുണ്ട്, ഞങ്ങൾ അതിനെ വലിയതാക്കി കാണരുത്, അവൻ ഇങ്ങനത്തെയാണെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. മായിക്കാണെങ്കിൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥ ചെയ്തുകൊണ്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ യാവാണെങ്കിൽ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഫോൺ നോണ്ടിയിട്ട് എൻ്റർടൈൻ ചെയ്യാന്നുള്ള രീതിയിൽ ഫോൺ നോണ്ടി നിൽക്കുന്ന സമയത്ത് പരിചയമുള്ള സ്ഥലമാണല്ലോ എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുവാണ്. നമ്മുടെ സീനിയറുകളുടെ ആ ഒരു പേജിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹീഡോങ്ങും യാവും കൂടിയിട്ട് ഇത് ഷീൻലി ഹോട്ടലിൽ എന്നിട്ട് ഞാൻ സന്തോഷം നോക്കിയിരിക്കുന്ന സമയത്താണ് മായിയുടെ മുഖത്തേക്ക് വെള്ളം ഒഴിക്കുന്നത് കാണുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ, അവൻ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ മായനെ കാണിക്കുന്നുണ്ട്. മായ ആണെങ്കിൽ ഭയങ്കര വീക്കാണ്, ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആൾക്ക് എന്തോ പോലൊക്കെ തോന്നുന്നുണ്ട്. ഈ നേരം കൊണ്ട് ഫ്യൂർ വരുന്നതാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നടിയാണെങ്കിൽ ഇങ്ങനെ എണ്ണി പറിക്കൊണ്ടിരിക്കുവാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ യാവ് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് അപ്സെറ്റ് ആയാൽ എങ്ങനെയാ, ഈ ഒരു വലിയ ഹോട്ടലിലെ മുതലാളി നീയല്ലേ, അപ്പോൾ നീയെല്ലാം നോക്കി നടത്തണമല്ലോ, ഇങ്ങനെ വീക്കാകാൻ പാടില്ലേ പറഞ്ഞിട്ട് നോക്കുമ്പോൾ പനിയുണ്ട്, അപ്പോൾ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ സമ്മതിക്കുന്നില്ല. അവളതിനെ എടുത്തിട്ട് അവൻ ഹോസ്പിറ്റലിൽ ആക്കുവാണ്. അവിടെ ആക്കിയിട്ട് പറയുന്നുണ്ട്, എടാ നീനെ വിഷമിക്കരുത്, ഇങ്ങനെ ഷിൻലി ഹോട്ടലിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് നോക്കുവാണല്ലോ, അപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാവും, നീ അതൊക്കെ ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് പോവുക, വേറെ അതിനെ പറ്റിയിട്ട് തല കയറ്റി ഇങ്ങനെ തലയിലെ ഭാരം കൂട്ടുകയല്ലാതെ വേറെ പണിയൊന്നുമില്ല നിനക്ക് എന്നുള്ള രീതിയിൽ നമ്മുടെ യാവ് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ യാവ് പറയുന്നുണ്ട്, നീ നിൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കത്തില്ല, കാരണം നിനക്ക് അതിൻ്റെ വലിയ ആവശ്യമില്ലാത്ത പോലെയാണ് നിൻ്റെ കാട്ടായം കണ്ട, ഇനി നിനക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എനിക്ക് സഹിക്കത്തില്ല എന്ന് പറയുകയാണ്. നമ്മുടെ മായിയാണെങ്കിൽ സന്തോഷക്കണ്ണീര് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ യാവ് അത് തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്താണ് അവളുടെ കണ്ണീര് എന്നുള്ള രീതിയിൽ തുടച്ചു കൊടുക്കുവാണ്. ആ ഒരു സമയത്ത് ഒരു ബിസിനസ്സിൻ്റെ മീറ്റിങ്ങിൻ്റെ കാര്യമായിട്ട് ഇവർക്ക് ഫോറിനിൽ പോകണം. എന്നിട്ട് കാറിൽ കയറി ഇന്ന് പോകുന്ന സമയത്ത് നിനക്ക് ഓക്കെ അല്ലേ, ഞാൻ ഓക്കെ, നീ പൊക്കോ എന്ന് പറയുവാണ്. 2 ദിവസത്തെ പരിപാടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു പെൺകുട്ടീനെ കാണുവാണ്. നമ്മുടെ നടിക്ക് അവളെ നല്ലപോലെ അറിയാമെന്ന് തോന്നുന്നു, അതുകൊണ്ട് അവളോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ എൻ്റെ അമ്മയാണെങ്കിലോ എന്നെ കെട്ടിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവിടാനൊക്കെ പറയുന്നത്, പക്ഷെ എനിക്ക് ഈ ടൗൺ ഭയങ്കര ഇഷ്ടമായി. ഈ ഭാഗത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാ കാര്യങ്ങളും മാറുന്നുണ്ട്, എനിക്കത് വളരെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമ്മുടെ മായി പറയുവാണ്, എന്നാൽ ശരി, നീ എൻ്റെ ആ ഒരു ഹോട്ടലിൽ ഒരു ജോലിക്ക് ആവശ്യമുണ്ട്, നീ വരുന്നുണ്ടോ ചോദിക്കുമ്പോൾ എനിക്ക് പറ്റിയ ജോലിയാണല്ലോ, ഞാൻ വരാമെന്ന് പറയുകയാണ്. ഇവിടെ അമ്മയാണെങ്കിൽ മായിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ജാവു പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ അമ്മ വിചാരിക്കും മായിന്ന്, അപ്പോൾ വാ കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മുടെ ജാവു അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണ് ജാവു ആണ് വന്നിരിക്കണേ, നീ തിരിച്ചു വന്നോ, എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ, വാ വന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് വന്നിരുത്തി അവനക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവനും കഴിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ഒരു വിഷമവും കാര്യങ്ങളൊന്നുമില്ല, ഇതൊക്കെ എനിക്ക് ഇഷ്ടമായി, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്വീറ്റ്സ് ഞാൻ ക്യൂ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതും കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുവാണ്. എന്നിട്ട് അമ്മോട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു വലിയ കേസ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു കേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരാമെന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് തന്നെ ഇവിടെ താമസിക്കണം, ഇവിടെ ആണെങ്കിൽ ഒരു മാതിരി ശാന്തത നിറഞ്ഞ വീടായി നിങ്ങളില്ലാത്തതുകൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജാവു പറയുന്നുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് വരാം അമ്മേ, അപ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നൈസായിട്ട് തീരട്ടെ എന്ന് പറയുകയാണ്. ഇവിടെ നമ്മുടെ മായിയാണെങ്കിൽ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് അമ്മയും മോനും സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിരുന്ന് നമ്മൾ ഇങ്ങനെ സംസാരിക്കാനൊന്നും പോകണ്ട, ഡിസ്റ്റർബ് ചെയ്യണ്ട പറഞ്ഞിട്ട് തിരിച്ച് മായി കയറി പോവുകയാണ്. അമ്മയാണെങ്കിൽ നമ്മുടെ മായ്ക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് മര്യാദയ്ക്ക് കഴിക്കി, എന്നാലാണ് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ മായിനെ നമ്മുടെ യാവ് വിളിക്കുന്നുണ്ട്, എടാ എൻ്റെ ബിസിനസ് മീറ്റിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു, ഞാൻ നാളത്തോടു കൂടി അങ്ങോട്ട് എത്തുമെന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹീഡൊങ്ങ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറയുവാണ്, ശരിയാ മാഡം, ഞങ്ങൾ വരാട്ടോ, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നാളെ പെട്ടെന്ന് വരുന്നതായിരിക്കും എന്നൊക്കെ നമ്മുടെ കുറച്ച് ആക്കിയിട്ടും കുറച്ച് കളിയാക്കിയിട്ടും നമ്മുടെ ഹീഡോങ്ങ് പറയുകയാണ്. ഇവറ്റുങ്ങൾ രണ്ടുപേരും വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പോയ ആ ഒരു മീറ്റിംഗ് സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു സന്തോഷം രണ്ടെണ്ണത്തിന് മുഖത്തുണ്ട്. ഇനി വീട്ടിലേക്ക് ആരോ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മായുടെ അമ്മ കഥ തുറക്കുമ്പോൾ ഒരാൾ കയറി വരുന്നുണ്ട്, വലിയൊരാളാണ്. ആദ്യം മര്യാദ കൊടുക്കുന്നുണ്ടെങ്കിലും ഞാനാണ് ഈ വീടിൻ്റെ ഓണർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾ മിങ്ങിൻ്റെ അച്ഛനാണെന്ന് ആര് കണ്ടു എന്നൊക്കെ ചോദിക്കുവാണ്. ആ ഒരു സമയത്ത് മായി പറയുന്നുണ്ട്, ഞാൻ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ, ഇയാൾ ചിലപ്പോൾ നമ്മുടെ യാവോ എൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തുവാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കഴിച്ചോളാൻ പറയുന്നുണ്ട്. പക്ഷേ ഈ അച്ഛനാണെങ്കിൽ ഒരുമാതിരി എന്താ പറയുക, ഒരുമാതിരി വൃത്തിയുടെ സ്വഭാവമാണ്. എപ്പോൾ നോക്കിയാലും ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരെ കിടന്ന് ഇങ്ങനെ ജോലി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയോട് അത് വാങ്ങ്, ഇത് വാങ്ങ്, ഇത് കൊണ്ടുപോവാ, അത് കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മായയാണെങ്കിൽ യാവോനോട് കാര്യം വിളിച്ച് പറയുമ്പോൾ നമ്മുടെ യാവോ സ്പീഡിൽ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. നമ്മുടെ മായയാണെങ്കിൽ ഇനി വേറെ വല്ലതും വേണോ ചോദിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും നല്ലതായിട്ടുണ്ടോ,
എന്നൊരാക്കിയിട്ട് ഒരു സംസാരിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ യാവ് കയറി വരുന്നുണ്ട്. യാവ് കയറി വന്നിട്ട് പറയുവാണ്, അല്ല ചങ്ങായി നിങ്ങൾ എന്തെങ്കിലും വന്നേക്കണേ, എനിക്ക് നിങ്ങളുടെ മുഖം പോലും കാണുന്നത് തീരെ ഇഷ്ടമില്ല, ഇറങ്ങി പോകണമെന്ന് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട്, എന്താടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ, ഞാൻ ജയിലിൽ നിന്ന് ഇപ്പോൾ വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ മായയുടെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട്, എടാ ജയിലിൽ നിന്നോ എന്നുള്ള രീതിയിൽ ഭർത്താവിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കിതൊന്നും അറിയത്തില്ലേ, എനിക്ക് എവിടെ അറിയാനാണ്, ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല, പിന്നെ എങ്ങനെ ഞങ്ങൾ അറിയാനാ എന്നുള്ള രീതിയിൽ ആളും പറയുന്നുണ്ട്. യാവ് ആണെങ്കിൽ ഇയാളെ കാറിങ് കയറ്റിയിട്ട് ആൾ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ഞാൻ 2 വൈൻ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്, നമുക്കിത് കുടിച്ചിട്ട് ഉല്ലാസഭരിതരായി നടക്കാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, മിണ്ടാതെ എൻ്റെ കൂടെ വന്നേക്കണം, ഞാൻ സ്വിറ്റ്സർലാൻഡിലേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ ആൾ പറയുകയാണ്, ഞാൻ 10 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ഇനി അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട്, ഞാൻ ആ ബിസിനസ്സിൻ്റെ സംഗതിയിൽ കയറ്റി വിടാം, അപ്പോൾ പ്രശ്നമില്ലാണ്ട് പോകാമല്ലോ എന്ന് പറയുകയാണ്. ആൾക്ക് മോൻ അവോയ്ഡ് ചെയ്യുന്നത് മനസ്സിലായപ്പോൾ ആൾ പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാൻ എൻ്റെ പണി നോക്കി പോയിക്കോളാം എന്ന് കണ്ട് ആൾ പോവുകയാണ്. നമ്മുടെ യാവാണെങ്കിൽ പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഇവനെ പഠിക്കാൻ പോലും സമ്മതിക്കാതെ ഒരുമാതിരി വീട്ടിലിരുന്നിട്ട് ആൾക്കാരോടൊപ്പം ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കും. ഇവനാണെങ്കിൽ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തിട്ടാണ് ജീവിച്ചതും കാര്യങ്ങളൊക്കെ. ഒരു നേരത്തെ ഭക്ഷണം പോലും ആളിടാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മുടെ യാവ് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ആ ഒരു സമയത്ത് മായി മെസ്സേജ് ചെയ്യുന്നുണ്ട്, നീ ഓക്കെ അല്ലേ, ഞാൻ വരണോ ചോദിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, എന്നാലും പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. മായാണെങ്കിൽ പിറ്റേ ദിവസം അവളുടെ കൂട്ടുകാരി ജോലി കയറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു ചെറുക്കനെ തെറിപ്പിക്കാനുള്ള പരിപാടിയാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മാനേജർ കയറി വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഹോട്ടലിലേക്ക് ആരോ വന്നിട്ടുണ്ട്, നിങ്ങളെ കാണണം എന്നാണ് പറയുന്നത്, പെട്ടെന്ന് വരൂ എന്ന് പറയുവാണ്. അങ്ങനെ കയറി വന്ന് നോക്കുന്ന സമയത്താണ് നമ്മുടെ യാവോടെ അച്ഛൻ അവിടെ ഇരുന്ന് സുഖിച്ചിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, എന്താ സാർ, ഹലോ സാർ, നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അല്ല എൻ്റെ മോനല്ലേ ഇങ്ങോട്ട് വരണ്ടേ, നീ എന്താ ഇങ്ങോട്ട് വന്നിരിക്കണേ, അല്ല നീ എന്താ എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതെൻ്റെ ഗ്രാൻഡ് എനിക്ക് വേണ്ടി എഴുതി തന്നതാന്ന് പറയുവാണ്. അപ്പോൾ പറയുന്നുണ്ട്, സ്വന്തമായിട്ടൊരു പേരക്കുട്ടി അവൻ മാത്രമേ ഉള്ളൂ, എന്നിട്ട് അവൻ എഴുതി കൊടുക്കാതെ ഇത് നിനക്കും എഴുതി തന്നു. അങ്ങനെ ഗ്രാൻഡ് മേനും സോപ്പിട്ടു, എൻ്റെ മോനും സോപ്പിട്ടു, അങ്ങനെ 2 പേരും പതപ്പിച്ച് കുളിപ്പിച്ചതിന് ശേഷം നീ ഇപ്പോൾ എല്ലാവരും കയ്യിലെടുത്ത് നിൽക്കുക എന്നൊക്കെ പറയുവാണ്. മായി കൂടുതൽ സംസാരം വേണ്ടാന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് താമസിക്കാൻ ഒരു നല്ല സ്ഥലം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ എന്നാൽ അതേനും ചെയ്യും എന്നുള്ള രീതിയിൽ ആളും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മായി ആൾക്കുള്ളൊരു റൂം സെറ്റാക്കാനായിട്ട് അവിടുത്തെ ആൾക്കാരോട് പറയുവാണ്. അങ്ങനെ ഇയാളാണെങ്കിൽ സുഖിച്ച് അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു നല്ല റൂമിൽ AC റൂമിൽ ഇങ്ങനെ കിടക്കുവാണ്. ആ ഒരു സമയത്ത് കഥ തട്ടുന്ന ശബ്ദം കേട്ട് ഇയാൾ എണീച്ച് പോകുന്ന സമയത്ത് നമ്മുടെ യാവ് വരുന്നുണ്ട്. യാവ് വന്നിട്ട് പറയാണ്, എന്താ സാറേ നിങ്ങളിവിടെ, നിങ്ങൾക്കൊന്ന് പോയി തന്നൂടെ, ഞാൻ മര്യാദയ്ക്ക് നിങ്ങളെ സ്വിറ്റ്സർലാൻഡിലേക്ക് പറഞ്ഞു വിടാമെന്നൊക്കെ പറഞ്ഞതാണ്, വീണ്ടും ഇവിടെ വന്നിരിക്കുന്നു, പാസ്പോർട്ട് എടുക്കുക എന്ന് പറയല്ല. ഇയാൾ പാസ്പോർട്ട് എടുത്തിട്ട് നേരെ ബാത്റൂമിലേക്ക് ഓടി കയറുവാണ്. എന്നിട്ട് നമ്മുടെ യാവാണെങ്കിൽ പിന്നാലെ ഓടുന്നുണ്ട്. ഇയാൾ പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ്, അങ്ങനെ പാസ്പോർട്ട് ഞാൻ ഫ്ലഷ് അടിച്ച് കളഞ്ഞേ എന്നുള്ള രീതിയിലും പറയുവാണ്. നിങ്ങളുണ്ടല്ലോ അത് പറഞ്ഞിട്ട് നമ്മുടെ യാവ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മായി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ കൂളാവ്, ആളവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവിടെ നിന്ന ആൾ ശരിയാവത്തില്ല, ഇയാളെന്നെ ഇങ്ങോട്ട് വന്ന് കെട്ടിവിടുന്നുള്ളിയാണാവോ എന്നുള്ള രീതിയിൽ നമ്മുടെ യാവ് പറയുന്നുണ്ട്. യാവ് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവൻ്റെ അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഷിംഗ്ലി ഹോട്ടലിലേക്ക് വരണം, എന്നിട്ട് എൻ്റെ അച്ഛനെ ഇവിടുന്ന് പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് പറയുവാണ്. നമ്മുടെ മായി പറയുന്നുണ്ട്, ആളിവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുവാണ്. പക്ഷേ നമ്മുടെ യാവ് ഇതൊന്നും കേൾക്കുന്ന പ്രശ്നമേ അല്ല. വീട്ടിലാണെങ്കിൽ നമ്മുടെ യാവോളെ ഡാഡിനെ പറ്റിയുള്ള സംസാരം ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. ആ ഒരു സമയത്ത് നമ്മുടെ യാവ് കയറി വരുന്നുണ്ട്. ആരോടും മിണ്ടാതെ അവൻ്റെ റൂമിൽ കയറി പോകുമ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര പേടി, എന്താടാ ഇവൻ ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ അമ്മയാണെങ്കിൽ നോക്കി നിൽപ്പുണ്ട്. നമ്മുടെ യാവ് ആണെങ്കിൽ ഭയങ്കര സെറ്റടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജനലയുടെ അപ്പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് നമ്മുടെ യാവ് എത്തിച്ച് നോക്കുവാണ്. നമ്മുടെ മായാണെങ്കിൽ യാവോ യാവോ നീ വരുമോ എന്ന രീതിയിൽ പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മുടെ യാവോനെ വിളിക്കുന്നത്. ആ വിളിക്കുന്ന സമയത്ത് നമ്മുടെ യാവോ ചിരിച്ചിട്ട് എന്നാൽ ശരി മുകളിൽ കയറി വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മായാണെങ്കിൽ കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നമ്മൾ ഇതൊക്കെ ഒരുമിച്ചല്ലേ ഫേസ് ചെയ്യണ്ടേ, നിങ്ങളിങ്ങനെ സാഡായി എങ്ങനെയാണ് പറ്റുക എന്നുള്ള രീതിയിൽ ആളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണെ എനിക്ക് എന്തോ മാതിരിയടാ, അത് ആളെന്തിനും ഇങ്ങോട്ട് വന്നാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ നമ്മുടെ മായി പറയുന്നുണ്ട്, ഇങ്ങനത്തെ ആൾക്കാരനൊക്കെ സെറ്റാക്കുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് നിറഞ്ഞൊരു പരിപാടിയാണ്, അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ അമ്മയാണെങ്കിൽ അല്ല മായിനെ ഇവിടെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മായിയുടെ റൂമിൽ നിന്ന് നമ്മുടെ യാവയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ മായി വാതിൽ തുറന്നിട്ട് പറയുന്നുണ്ട്, യാവ് ഇവിടെ ഉണ്ട് അമ്മ, നിങ്ങൾ പേടിക്കണ്ട പറയാണ്. എന്നിട്ട് മായയോട് സ്വകാര്യം പറയുന്നുണ്ട്, നീ അവൻ്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട എന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറയുകയാണ്. നമ്മുടെ യാവുവാണെങ്കിൽ ഇത് പിന്നിൽ നിന്ന് കേട്ടിട്ട് ചിരി സഹിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ പിന്നാലെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രി മായി പുറത്തിരിക്കുന്ന സമയത്ത് അച്ഛൻ വന്നിട്ട് ഇന്നടാ ഐസ്ക്രീം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. ആളും കഴിക്കുന്നുണ്ട്. ഷിംഗ്ലി ഹോട്ടലിൽ കാണാൻ നിനക്ക് ഭയങ്കര ടെൻഷനാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അങ്ങനെയാണ് അച്ഛാന്ന് പറഞ്ഞിട്ട് അതോടുകൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.